ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടൈപ്പിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 33, 75, 61 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? 33, 75, 61 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ HCF ആണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഉസാഗയാണ് കാണേണ്ടത്. എന്നാൽ ഈ ചോദ്യത്തിൽ ഒരു റിമൈൻഡർ തന്നതുകൊണ്ട് തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളിൽ നിന്നും ഈ റിമൈൻഡർ കുറച്ചതിന് ശേഷം മാത്രമാണ് HCF കാണേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന 33-ൽ നിന്ന് അതിൻ്റെ റിമൈൻഡറായ 5 കുറയ്ക്കണം. 33-ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 28 എന്ന് കിട്ടും. അടുത്ത നമ്പർ 75. ആ 75-ൽ നിന്നും ഈ റിമൈൻഡറായ 5 കുറയ്ക്കണം. അപ്പം നമുക്ക് 70 എന്ന് കിട്ടും. അടുത്ത സംഖ്യ 61. 61-ൽ നിന്നും റിമൈൻഡറായ 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 56 എന്ന് കിട്ടും. 56 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 സംഖ്യകളുടെ HCF ആണ് കാണേണ്ടത്. അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഏതിൻ്റെയൊക്കെ HCF ആണ് കാണേണ്ടത്? 28, 70, 56 ഇതിൻ്റെ HCF കാണണം. എന്താണ് HCF? തന്നിരിക്കുന്നവയിലെ ചെറിയ സംഖ്യയോ അല്ലെങ്കിൽ ആ ചെറിയ സംഖ്യയുടെ ഘടകങ്ങളോ ആയിരിക്കും. എന്താണ് ഘടകം എന്ന് പറഞ്ഞാൽ ഇതിനെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് അതിൻ്റെ ഘടകമാണ്. ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ അതിൻ്റെ ഘടകമാണ്. ഇതിനെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ അതിൻ്റെ ഘടകമാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നവയിലെ ചെറിയ സംഖ്യ ആയിരിക്കാം അതിൻ്റെ HCF. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ചെറിയ സംഖ്യ 28 HCF ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് HCF ആകണമെങ്കിൽ 28-ന്റെ ഗുണിതമായിരിക്കണം 70. അതുപോലെ തന്നെ 28-ന്റെ ഗുണിതമായിരിക്കണം 56. അങ്ങനെയാണെങ്കിൽ മാത്രമേ 28 HCF ആയിരിക്കുകയുള്ളൂ. ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം 28-ന്റെ ഇരട്ടിയാണല്ലോ 56 അല്ലെ? 28-ന്റെ ഇരട്ടിയാണ് 56. അപ്പോൾ നമുക്ക് ആ 28-ന്റെ ഗുണിതമാണ് 56. അതുകൊണ്ട് ആ 56 നമുക്ക് ഒഴിവാക്കാം. ആ കണ്ടീഷൻ ഓക്കെയാണ്. എന്നാൽ 28-ന്റെ ഗുണിതം അല്ല 70 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് അവസാനം 8-നോട് ഏത് സംഖ്യ ഗുണിച്ചാൽ 0 കിട്ടുക? 5. അപ്പോൾ 5ഉം 28ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 100-ന്റെ മുകളിലോട്ടുള്ളൊരു സംഖ്യയാണ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം 28-ന്റെ ഗുണിതം അല്ല 70. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കാം, 28 എന്നത് HCF അല്ല. HCF ആവണമെങ്കിൽ ഇതിൻ്റെ ഗുണിതമായിരിക്കണം ഇത് രണ്ടും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ 28-ന്റെ പകുതി എടുക്കുക. പകുതി എന്ന് പറയുമ്പോൾ അതിനെ 2 കൊണ്ട് ഹരിച്ചത് എന്നർത്ഥം അല്ലെ? 28-ന്റെ പകുതി 14. ഇനി നമ്മൾ 56 നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. അതിനി നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇനി 14-ന്റെ ഗുണിതാണോ 70 എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 14-ന്റെ ഗുണിതാണോ 70 എന്നറിയാൻ വേണ്ടി നമുക്കറിയാം 14-ന്റെ ഗുണിതൊക്കെ നോക്കാം. ഒത്തിരി പ്രയാസമാണെങ്കിൽ അവസാനത്തെ ഈ 4 മാത്രം എടുക്കുക. 4-നോട് ഏത് സംഖ്യ ഗുണിച്ചാലാണ് അവസാനം 0 കിട്ടുക? 5ഉം 4ഉം 20. അവസാനം 0 വന്നല്ലോ. ഓക്കെ, അപ്പോൾ 14ഉം 5ഉം ഗുണിച്ച് നോക്കിയാൽ 70 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. 5ഉം 4ഉം 20, ശിഷ്ടം 2, ഒരു 5, 5ഉം റിമൈൻഡർ 2ഉം 7, 70 അല്ലേ? 14ഉം 5ഉം ഗുണിച്ച 70 ആണ് എന്ന് പറഞ്ഞാൽ 14-ന്റെ ഗുണിതമാണ് 70. അതുകൊണ്ട് നമുക്ക് HCF 14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 14-ന്റെ ഗുണിതമാണ് 70. അതുപോലെ തന്നെ 14-ന്റെ ഗുണിതം തന്നെയാണ് ഏത് എന്ന് പറയുന്നതും 56 എന്ന് പറയുന്നതും. അതുകൊണ്ട് നമ്മുടെ ആൻസർ എത്രയാണ്? 14. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് 33-നെ 14 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 5 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 75-നെ 14 കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ 5 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 61-നെ 14 കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ 5 കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരുപാട് സംഖ്യകളുണ്ട്. അതിൽ ഏറ്റവും വലിയ സംഖ്യയാണ് 14 എന്നർത്ഥം. വേണമെങ്കിൽ നമുക്ക് ഒരു നമ്പർ ഒന്ന് ചെയ്ത് നോക്കാം. 33-നെ 14 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കാം. 33-ന് എത്ര 14 ഉണ്ട്? നമുക്കറിയാം 2 14 28. 33-ന് 28 കുറച്ച് കഴിഞ്ഞാൽ 5 കണ്ടോ? റിമൈൻഡർ 5 ആണ് കിട്ടുന്നത്. 5 കിട്ടുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. What is the greatest number which will divide 49, 97 and 65 leaves remainder 1 in each case? Remainder 1 in
ഇറ്റ്സ് കേസ്. ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നു 49, 97, 65 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? വലിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ HCF ആണ് കാണേണ്ടത്. എന്നാൽ ചോദ്യത്തിൽ റിമൈൻഡർ തന്നിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ സംഖ്യയിൽ നിന്നും ആ റിമൈൻഡർ കുറച്ചതിന് ശേഷം കിട്ടുന്ന സംഖ്യകളുടെ HCF ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമുക്ക് ഏത് ചെയ്യാം? 49 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 48. ഇനി അതുപോലെ തന്നെ 97 നിന്ന് അതിൻ്റെ റിമൈൻഡായ 1 കുറച്ച് കഴിഞ്ഞാൽ 96. 65 നിന്ന് അതിൻ്റെ റിമൈൻഡായ 1 കുറച്ച് കഴിഞ്ഞാൽ 64. ഇതിൻ്റെ HCF ആണ് നമുക്ക് കാണേണ്ടത്. HCF ഓഫ് 48, 96 ആൻഡ് 64. ഇതിൻ്റെ HCF ആണ് കാണേണ്ടത്. എന്താണ് HCF? HCF എന്ന് പറയുന്നത് തന്നിരിക്കുന്നവയിലെ ചെറിയ സംഖ്യയോ അല്ലെങ്കിൽ ആ ചെറിയ സംഖ്യയുടെ ഘടകങ്ങളോ ആയിരിക്കും HCF. എന്താണ് ഘടകങ്ങൾ? ഈ സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആൻസർ അതിൻ്റെ ഘടകമാണ്. അല്ലെങ്കിൽ ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആൻസർ അതിൻ്റെ ഘടകമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ തന്നിരിക്കുന്നതിലെ ഏറ്റവും ചെറിയ സംഖ്യ 48 ആണ്. അപ്പോൾ ഈ 3 സംഖ്യകളുടെ HCF ആകാൻ ചാൻസ് ഉള്ള നമ്പർ എന്ന് പറയുന്നത് 48 ആണ്. എങ്ങനെയാണ് ഇത് HCF ആവുന്നത്? ഇത് HCF ആകണമെങ്കിൽ ഈ സംഖ്യയുടെ ഗുണിതങ്ങളായിരിക്കണം 96ഉം 64ഉം. അതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന കടമയാണ് ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് 48ൻ്റെ ഗുണിതമാണോ? നമുക്കറിയാം 48ൻ്റെ ഇരട്ടിയാണ് 96 അല്ലേ? 48ൻ്റെ ഇരട്ടിയാണ് 96. അതുകൊണ്ട് 96 നമുക്ക് ഒഴിവാക്കാം. 48ൻ്റെ ഗുണിതമാണല്ലോ 96. അപ്പോൾ എന്ന് പറഞ്ഞാൽ 48ൻ്റെ ഇരട്ടി അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം 96-നേക്കാളും ചെറിയ നമ്പറാണ് 64. അപ്പോൾ ഒരിക്കലും 48ൻ്റെ ഗുണിതം അല്ല ഏത്? 64. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. 48 എന്നത് ഇതിൻ്റെ HCF അല്ല. HCF ആണെങ്കിൽ ഇതിൻ്റെ ഗുണിതമായിരിക്കണം 96ഉം 64ഉം. ഓക്കെ, അപ്പോൾ നമുക്കിനി 48ൻ്റെ പകുതി 24 എടുക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് 24ൻ്റെ ഗുണിതമാണോ 64? 96 മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. ഓക്കെ, അത് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് 24ൻ്റെ ഗുണിതമാണോ 64 എന്നാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇവിടെ 4നോട് ഏത് സംഖ്യ ഗുണിച്ചാൽ 4 കിട്ടും? 1 4 4 കഴിഞ്ഞാൽ പിന്നെ 5 4 20, 6 4 24. ഇതിനെ 6 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 2 6 12, 100ൻ്റെ മുകളിൽ പോകും. അപ്പോൾ നമുക്കറിയാം 24ൻ്റെ ഗുണിതം അല്ല 64. ഓക്കെ, അപ്പോൾ 24ഉം അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ഏതായിരിക്കും? ഇനി ഇതിനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു HCF എന്ന് പറയുന്നത് ഈ സംഖ്യയോ അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങളോ ആയിരിക്കും അല്ലേ? അപ്പോൾ 48 അല്ല, അതിൻ്റെ പകുതി എടുത്തു നോക്കി, അതും അല്ല. അപ്പോൾ ഇനി ഇതിനെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. 3നോട് ഏത് സംഖ്യ ഗുണിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. 48നെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം അല്ലേ? അപ്പോൾ 4ൽ എത്ര 3 ഉണ്ട്? 1 3 3. 4ൽ നിന്ന് 3 പോയാൽ 1, 8 ഇറക്കി എഴുതി, 6 3 18, റിമൈൻഡർ 0 അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി 16. അപ്പോൾ 48നെ 3 കൊണ്ട് ഹരിച്ച 16. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 16ൻ്റെ ഗുണിതാണോ 64 എന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 16ൻ്റെ ഗുണിതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 6നോട് ഏത് സംഖ്യ ഗുണിക്കുമ്പോൾ അവസാനം 4 കിട്ടുന്നത്? 4 6 24, അവസാനം 4 വരുന്നില്ലേ? അപ്പോൾ നമുക്ക് 16നെ 4 കൊണ്ട് ഗുണിച്ച് നോക്കുക. 6 4 24, റിമൈൻഡർ 2, 1 4 4ഉം 2ഉം 6, 64 എന്ന് കിട്ടൂലേ? എന്ന് പറഞ്ഞാൽ 16ൻ്റെ ഗുണിതാണ് 64. അപ്പോൾ നമുക്ക് HCF എന്നത് 16 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ HCF 16. നമ്മുടെ ആൻസർ എന്ന് പറയുന്നതും 16 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ മീനിങ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 16 ആണ് എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് 49നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. അതുപോലെ തന്നെ 97നെ 16 കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ 1 കിട്ടും. അതുപോലെ തന്നെ 65നെ 16 കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ എന്തെന്ന് പറയുന്നത് 16 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.